ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ച നേന്ത്രക്കായാണ്. നല്ല വലുപ്പമുള്ള 2 എടുത്തിട്ടുണ്ട്. നല്ല ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 3 ഒക്കെ എടുക്കാം കേട്ടോ. മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ 2 ഒക്കെ എടുത്താൽ മതി. എന്നിട്ട് ആ തൊലിയൊക്കെ ചീകി കളഞ്ഞതിന് ശേഷം ഇതുപോലെയുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്തു. ഒരുപാട് വലിയ പീസും ആക്കരുത്, ഒത്തിരി ചെറിയ പീസും ആകരുത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. 1/2 to 1/4 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പച്ചക്കായ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. പച്ചക്കായ ആണെങ്കിലും ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരുപാട് വലിയ പീസാക്കണ്ട, തീരെ അങ്ങ് ചെറിയ പീസും ആക്കരുത്. ഒരു മീഡിയം ടൈപ്പ് പീസാക്കി കട്ട് ചെയ്തിടുക. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അധികം വേവൊന്നുമില്ലല്ലോ. ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ചൊന്ന് വെന്ത് വരട്ടെ. വെന്തങ്ങ് ഉടയുന്ന പരുവാവരുത്, എന്നാൽ നന്നായി വേവും വേണം. ആ ഒരു പരുവ്, ഉടഞ്ഞു പോരുത് കേട്ടോ. ആ ഒരു പരുവാക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. കായ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, പക്ഷേ അങ്ങ് ഒരു ഉടയുന്ന പരുവമായി പോകും. അതുകൊണ്ടാണ് നമുക്ക് ചട്ടിയിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം. അതാകുമ്പോൾ ആ ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടും. പച്ചക്കായ കൊണ്ടും പച്ച നേന്ത്രക്കായ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി ഒരു 1.5 പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ പീസാക്കി കട്ട് ചെയ്തൊന്ന് പൾസ് മോഡിൽ കറക്കി എടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് ഒരു 4-5 ചേർക്കാം, വലുതാണെങ്കിൽ 1-2 മതി. ഒരു 1/2 to 1/4 ടീസ്പൂൺ വരെ കുരുമുളക്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അധികം എരിവ് വേണ്ടാത്തവർക്ക് അളവ് കുറയ്ക്കാം. 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കി എടുത്ത് കൊണ്ടുവരാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. ആദ്യം ഒന്ന് കറക്കിയെടുക്കാം. എന്നിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അരഞ്ഞങ്ങ് പേസ്റ്റ് പോലെ ആവരുത്, എന്നാൽ തോരൻ്റെ പരുവമല്ല, അതിനേക്കാൾ കുറച്ചുകൂടി അരയ വേണം. ആദ്യം ഒന്ന് നന്നായിട്ട് പൾസ് മോഡിൽ ഒന്ന് കറക്കുക. എന്നിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അരയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ കുറച്ചൊന്ന്, അതായത് പേസ്റ്റ് പോലെ അരയരുത്, അത്രയേ ഉള്ളൂ. തോരൻ്റെ പരുവാവുകയും ചെയ്യരുത്, കുറച്ചുകൂടി അരയും വേണം, ആ ഒരു രീതിയിൽ കേട്ടോ. എന്നിട്ട് നമ്മുടെ കായൊക്കെ വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒരുപാട് വെള്ളം ആവരുത് കാ വേവിക്കുമ്പോൾ, വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അരപ്പും കൂടി ചേർക്കുമ്പോൾ ഒത്തിരി അങ്ങ് ലൂസായി പോവും. അപ്പോൾ ഇതിൽ വെള്ളം അത്യാവശ്യം നന്നായിട്ട് കാ വെന്ത് വന്നപ്പോൾ വറ്റിയിട്ടുണ്ട്. അതായത് കാ ഉടഞ്ഞു പോയിട്ടില്ല, അത് ശ്രദ്ധിച്ചല്ലോ. ഈ സമയത്ത് അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ്സിൽ താഴെ വെള്ളം, ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടാൻ പാടില്ല, 1/4 ഗ്ലാസ്സിൽ താഴെ. ഇപ്പോൾ ഇൻ കേസ് ഇതിൽ വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്തേക്ക് ഒത്തിരി ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോളൂ, അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരട്ടെ. ഒരുപാട് ലൂസായിട്ടുള്ളൊരു കറിയല്ല, അങ്ങനെ പെരണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് കറിയാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിക്കാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഓപ്ഷണലാണ്, പക്ഷെ ചേർത്താൻ നല്ലൊരു സ്വാദാണ്. 1 ടീസ്പൂൺ അങ്ങാളും, 1 ടീസ്പൂൺ പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ മതി ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം, ആ ശർക്കരയൊക്കെ ഒന്ന് അലിയട്ടെ. പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്, അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സായി കിട്ടും. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം കുറവായതുകൊണ്ടാണ് കേട്ടോ, ശർക്കര ഒന്ന് അലിഞ്ഞ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ്. 2 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാണ് കൺസിസ്റ്റൻസി, കണ്ടോ, അതങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല, ഒരുപാട് അങ്ങ് ഡ്രൈ ആവുകയും ചെയ്യരുത്, ആ ഒരു രീതിയിൽ വേണം എടുക്കാൻ. അപ്പോൾ ഈ ഒരു പരുവം മതിയാവും. നമുക്കിതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ല, ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ തേങ്ങ ചേർത്തിട്ട് തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം. ആ പച്ച അരപ്പിൻ്റെ ടേസ്റ്റ്, തേങ്ങയുടെയും വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി ഒന്ന് പെരണ്ട് വരണം. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ആ കായെല്ലാം ഉടഞ്ഞു പോകും കേട്ടോ, ഉടയാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഓവറായിട്ട് ഡ്രൈ അല്ല, എന്നാൽ വെള്ളം അറിയണമില്ല, ആ ഒരു രീതിയിൽ ഒരു കുഴമ്പ് പരുവത്തിലെടുക്കും കേട്ടോ. ഇത് മതി, അത് മാറ്റി വയ്ക്കാം. അപ്പോൾ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ അരപ്പിൻ്റെ.
ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ചൂടാകുമ്പോൾ അരിയാണ് കേട്ടോ. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ വെള്ള അരിയാണ് എടുത്തത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചുമന്ന അരിയാണെങ്കിൽ ചുവതായാലും മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഇങ്ങനെ പൊരിഞ്ഞ് വരണം. ആ സമയത്ത് നമുക്കിതിനകത്തേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 6-7 ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 6-7 എണ്ണം മതി കേട്ടോ. വലുതാണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ മതിയാവും. ഇനി ആ ഉള്ളി കൂടി നമുക്കൊന്ന് മൂത്ത് വരുന്ന സമയത്ത് 2 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഉള്ളിയൊക്കെ ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോഴേക്കും നല്ല ഒരു പിടി തേങ്ങ കേട്ടോ, ഒരു പിടി തേങ്ങ കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറിയുടെ ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. ആ ടേസ്റ്റ് അങ്ങോട്ട് എൻഹാൻസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് മസ്റ്റായിട്ടും ചെയ്യുക കേട്ടോ. ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല മണമാണ് കേട്ടോ. അരിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ച് നമ്മുടെ തേങ്ങയും ഉള്ളിയും എല്ലാം കൂടി മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ്, നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അത് മതിയാവും. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിനെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്, ആ ഒരു കയ്പ്പ് രസം വരും, കരിഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി നമ്മളത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1-2 പച്ചക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഒരു തവണ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. നമുക്കിതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ലല്ലോ, സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പച്ചക്കായ ആണെങ്കിലും പച്ച നേന്ത്രക്ക ആണെങ്കിലും ഏതായാലും മതി കേട്ടോ, കുഴപ്പമില്ല. അത്യാവശ്യം വലുപ്പമുള്ള 2 എണ്ണം, പച്ച നേന്ത്രക്ക ആണെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള 2 എണ്ണം, തീരെ ചെറുതൊക്കെ ആണെങ്കിൽ മാത്രം 3 എണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഞാൻ പറഞ്ഞ പോലെ വെള്ളം പോലെ ആക്കി എടുക്കരുത്, എന്നാൽ അങ്ങ് ഓവർ തിക്കാക്കിയും വെക്കരുത്. ഒരു ചെറിയ ഒരു കുഴമ്പ് പരുവം ആ ഒരു രീതിയിൽ. പക്ഷേ ഇത് കാ ഉടഞ്ഞിട്ടുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, കാണുമ്പോൾ കാ ഉടഞ്ഞ പോലെ തോന്നുന്നുണ്ടാവും, പക്ഷേ അത് അരപ്പ് തന്നെയാണ് കേട്ടോ. കാ ഉടഞ്ഞു പോയിട്ടില്ല, നമുക്ക് ശരിക്കും ഇങ്ങനെ കടിക്കാൻ കിട്ടുകയും ചെയ്യും. ആ ഒരു ഉടയുന്ന പരുവം ആവരുത്, അപ്പോഴാ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്തിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പച്ചക്കാവുണ്ടും പച്ച നേന്ത്രക്കാവുണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാൻ മറക്കരുത്. തുടർച്ചയായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.